നെവാഡയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യം. അവിടെ പുറം ലോകത്തിന് പ്രവേശനമില്ലാത്ത, ഭൂപടങ്ങളിൽ കൃത്യമായ അടയാളങ്ങളില്ലാത്ത ഒരിടമുണ്ട്. ഏരിയ 51. വെറുമൊരു മിലിറ്ററി ബേസ് ആണോ ഇത്? അതോ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അന്യഗ്രഹ രഹസ്യങ്ങളുടെ കൂടാരമോ? നിങ്ങൾ അവിടെ ചെന്നാൽ ആദ്യം കാണുക കീപ്പ് ഔട്ട് എന്ന ബോർഡുകളാണ്. അതിക്രമിച്ചു കയറിയാൽ മരണം വരെ സംഭവിക്കാം. പക്ഷേ ഇത്രയും കാവൽ നിൽക്കാൻ അവിടെ എന്തിനെയാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? 1950കളിൽ തുടങ്ങിയ ഈ നിഗൂഢത ഇന്നും ലോകത്തെ വിറപ്പിക്കുന്നു. ലാസ് വേഗാസിന് 55 മൈൽ, അതായത് 135 കിലോമീറ്റർ വടക്ക് നെവാഡ മരുഭൂമിയിലെ ഗ്രൂം ലേക്ക് എന്ന വറ്റിവരണ്ട തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ താവളത്തിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അതീവ രഹസ്യമാണ്. മുന്നറിയിപ്പ് ബോർഡുകൾ, ഇലക്ട്രോണിക് നിരീക്ഷണം, സായുധ കാവൽക്കാർ എന്നിങ്ങനെ കനത്ത നിരീക്ഷണത്തിലാണ് ഈ സ്ഥലം. പൊതുജനങ്ങൾക്കോ സാധാരണക്കാർക്കോ ഇവിടേക്ക് പ്രവേശനമില്ല. ഏരിയ 51ന് മുകളിലൂടെ വിമാനങ്ങൾ പറത്തുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഈ പ്രദേശം ഇപ്പോൾ ദൃശ്യമാണ്. ഏകദേശം 12,000 അടി വരെ നീളമുള്ള റൺവേകൾ ഇവിടെയുണ്ട്. ഏരിയ 51നെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ഒരുപാട് കോൺസ്പിറസി തിയറീസിന് വഴിതെളിയിച്ചിട്ടുണ്ട്. 1947 ന്യൂ മെക്സിക്കോയിലെ റോസലിൽ തകർന്നു വീണ ഒരു അന്യഗ്രഹ പേടകവും അതിലെ പൈലറ്റുമാരുടെ മൃതദേഹങ്ങളും ഈ സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന അവകാശവാദമാണ് ഇതിലേറ്റവും പ്രശസ്തം. എന്നാൽ അവിടെ അന്യഗ്രഹ ജീവികൾ ഒന്നുമില്ലെന്നും തകർന്നു വീണത് ഒരു കാലാവസ്ഥാ നിരീക്ഷണ ബലൂൺ മാത്രമാണെന്നുമാണ് US ഗവൺമെന്റ് വ്യക്തമാക്കുന്നത്. 1989 ബോബ് ലസാർ എന്ന ശാസ്ത്രജ്ഞൻ ലോകത്തോട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. താൻ അവിടെ അന്യഗ്രഹ പേടകം, അതായത് UFO സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അവിടെ പറക്കും തളികകൾ ഉണ്ടെന്നും അന്യഗ്രഹ ജീവികളുടെ മെഡിക്കൽ ഫോട്ടോഗ്രാഫ്സ് അവിടെ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളോളം അമേരിക്കൻ സർക്കാർ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും സമ്മതിച്ചിരുന്നില്ല. 2013 മാത്രമാണ് ഇതൊരു മിലിറ്ററി ടെസ്റ്റിംഗ് സൈറ്റ് ആണെന്ന് അവർ ഔദ്യോഗികമായി അംഗീകരിച്ചത്. എന്നാൽ പലരും വിശ്വസിക്കുന്നത് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവികളെയാണെന്നാണ്. എന്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധകാലത്താണ് ഏരിയ 51 നിർമ്മിക്കപ്പെട്ടത്. U-2, SR-71, ബ്ലാക്ക് ബേർഡ് തുടങ്ങിയ ചാരവിമാനങ്ങൾ വികസിപ്പിക്കാനും പരീക്ഷിക്കാനുമുള്ള ഒരു രഹസ്യ കേന്ദ്രമായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. 1955 പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും 2013 ഓഗസ്റ്റിൽ മാത്രമാണ് CIA ഈ സ്ഥലത്തിന്റെ നിലനിൽപ്പ് ഔദ്യോഗികമായി സമ്മതിച്ചത്. CIA-യുടെ ഈ വെളിപ്പെടുത്തലിന് 4 മാസങ്ങൾക്ക് ശേഷം ഏരിയ 51നെ കുറിച്ച് പരസ്യമായി സംസാരിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റായി ബരാക് ഒബാമ മാറി. ഏരിയ 51 ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അവിടെ ശരിക്കും എന്താണ് നടക്കുന്നത്? US ഗവൺമെന്റ് പറയുന്ന പോലെ അതൊരു മിലിറ്ററി ടെസ്റ്റിംഗ് സൈറ്റ് മാത്രമാണോ? അതോ അന്യഗ്രഹ ജീവികളും അവരുടെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളുമാണോ അവിടെ നടക്കുന്നത്? സത്യം ആ മണലാരണ്യത്തിലെ കാറ്റിൽ ഇന്നും മറഞ്ഞിരിക്കുന്നു.